വിനീത, കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുകയാണ്. ഏത് തരത്തിലേക്കാണ് ഒരു മതവിദ്വേഷം ഇവിടെയും ഉണ്ടാക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചത് എന്നതിൻ്റെയൊക്കെ തെളിവുകൾ നിരത്തിയാണ്. ഇപ്പോൾ പഞ്ചാബിലാണ് വിനീതയുള്ളത്. അവിടെ നിന്ന് ആശങ്കയോടെ മടങ്ങുന്ന മലയാളി വിദ്യാർത്ഥികളുടെ കാഴ്ചകളൊക്കെ വിനീത നേരത്തെ അവരുടെ പ്രതികരണങ്ങളടക്കം പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. ഇപ്പോൾ എന്താണ് അവിടെ കാണാൻ കഴിയുന്നത്? നിർദ്ദേശമുണ്ട് കടകൾ അടയ്ക്കണമെന്നതുൾപ്പെടെ എന്തൊക്കെയാണ് നൽകാനുള്ള വിവരങ്ങൾ? തീർച്ചയായും അനുജ സൂചിപ്പിച്ചതുപോലെ ഞാൻ അമൃത്സറിലേക്കുള്ള യാത്രയിലാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന മേഖലയിൽ നിന്ന് ഒരല്പം ദൂരം മാത്രമാണ് അമൃത്സറിലേക്കുള്ളത്. നമുക്ക് കാണാൻ കഴിയുന്ന പോലെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ, വലിയ പരിശോധനകളൊക്കെ തന്നെയാണ് ഈ മേഖലകളിലെല്ലാം ഏർപ്പെടുത്തിയിരിക്കുന്നത്. പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 3 ദിവസങ്ങളിലായി പഞ്ചാബിന്റെ ഈ അതിർത്തി പങ്കിടുന്ന മേഖലകളിൽ, ജില്ലകളിലേക്കൊക്കെ തന്നെ വലിയ രീതിയിലേക്കുള്ള ആക്രമണത്തിനുള്ള ഒരു സാധ്യത പാകിസ്ഥാൻ നടത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഇന്ന് ഹർഷിയാത്പൂരിൽ നിന്നും ഒരു മിസൈലിന്റെ ചില ഭാഗങ്ങൾ അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അത് അവിടെയുള്ള പ്രദേശവാസികളാണ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ തലസ്ഥാനമായ ചണ്ഡീഗഡിലടക്കം അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഒരു അലാം, ഒരു സൈറൺ മുഴങ്ങിയാൽ അടുത്ത നിമിഷം മുഴുവനായും ഒരു ബ്ലാക്ക് ഔട്ടിലേക്ക് മാറണം. അതിന് ജനങ്ങൾ പൂർണ്ണമായും സഹകരിക്കണം എന്നൊരു നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇന്ന് രാവിലെ പ്രത്യേക മന്ത്രിസഭാ യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ടായിരുന്നു. ഈ അതിർത്തി പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനുമായി അന്താരാഷ്ട്ര അതിർത്തി അടക്കം പങ്കിടുന്നുണ്ട്. 6 ജില്ലകളാണ് പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്നത്. അതിൽ അമൃത്സർ ഉണ്ട്, പഠാൻകോട്ട് ഉണ്ട്, ഗുരുദാസ്പൂർ ഉണ്ട്. ഇങ്ങനെ ഈ മേഖലകളിലെല്ലാം വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ സൂചിപ്പിച്ച ഈ അമൃത്സറിൽ ഇന്ന് രാവിലെയും സമാന രീതിയിൽ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നൊക്കെ ഒരു ആക്രമണത്തിനുള്ള ഒരു സാധ്യതയുണ്ടായിരുന്നു. ലുധിയാനയിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ആ വിദ്യാർത്ഥികൾ, അവർ ലുധിയാനയിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളാണ്. അവർ താമസിച്ചിരുന്നത് ജലന്ധറിലാണ്. ഈ ജലന്ധറിലും കഴിഞ്ഞ ദിവസം ഡ്രോൺ ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു. അവർ താമസിക്കുന്ന ഈ ഹോസ്റ്റലിന് സമീപമൊക്കെയാണ് ഈ ആക്രമണം നടന്നതെന്നാണ് വലിയ ആശങ്കയോടുകൂടി ആ വിദ്യാർത്ഥികൾ നമ്മളോട് പറഞ്ഞത്. ഇങ്ങനെ ജലന്ധറിലും ഈ അമൃത്സറിലും പഠാൻകോട്ടിലും അടക്കം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പാകിസ്ഥാന്റെ ആക്രമണം ഉണ്ടായ ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യം തന്നെയാണുള്ളത്. പക്ഷേ സ്ഥിതിഗതികളെല്ലാം നിയന്ത്രണ വിധേയമാണ്. കൃത്യമായിട്ടുള്ള ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ ചണ്ഡീഗഡിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ കടകൾ 8 മണിക്കുള്ളിൽ അടയ്ക്കണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം. ഈ പരസ്യ ബോർഡുകളിൽ പോലും ലൈറ്റുകൾ ഇടാൻ പാടില്ല എന്നൊരു നിർദ്ദേശം കൂടി നൽകിയിരിക്കുന്നുണ്ട്. കടകളും ഒപ്പം തന്നെ മറ്റ് സ്ഥാപനങ്ങളും 8 മണിക്ക് മുൻപായി അടയ്ക്കണമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പം അടുത്ത ഒരു 2 മാസത്തേക്ക് ഈ വിവാഹത്തിന്റെയും ഒക്കെ ആഘോഷങ്ങളുടെ ഭാഗമായി ഇവിടെയുള്ള ആളുകൾ, ഈ നോർത്തിലേക്കുള്ള ആളുകൾ പടക്കം പൊട്ടിച്ചൊക്കെ അത് ആഘോഷിക്കാറുണ്ട്. അത്തരം ആഘോഷങ്ങൾ പാടില്ല എന്നൊരു നിർദ്ദേശം കൂടിയാണ് നൽകിയിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ഈ അമൃത്സറിലേക്ക് കടക്കുന്ന ഭാഗമാണ്. ആ ഭാഗത്തേക്ക് സമാന രീതിയിലേക്കുള്ള വലിയ സുരക്ഷ ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് പോലീസും ഒക്കെ ആ മേഖലകളിൽ നിൽക്കുന്നുണ്ട്. അവർ വളരെ കൃത്യമായി തന്നെ പരിശോധനകളൊക്കെ തന്നെ നടത്തുകയാണ്. ഇങ്ങനെ പല ഭാഗങ്ങളിലും, തന്ത്രപ്രധാനമായിട്ടുള്ള പല ഭാഗങ്ങളിലും സമാനമായിട്ടുള്ള പരിശോധനകളും ഒക്കെ തന്നെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം മറ്റ് മേഖലകളിലേക്കും ഇത്തരത്തിലേക്കുള്ള നിർദ്ദേശങ്ങൾ തന്നെയാണ് നൽകിയിരിക്കുന്നത്. സാധാരണക്കാരുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ ഈ കൃഷിയൊക്കെ ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യന്മാരാണ്. ഇവരുടെ ഒക്കെ കേന്ദ്രീകരിച്ചാണ് ഈ ഗുരുദാസ്പൂരിലടക്കം ഈ സാധാരണക്കാർ ജീവിക്കുന്ന മേഖലകളെ കേന്ദ്രീകരിച്ചാണ് കഴിഞ്ഞ ദിവസമൊക്കെ പാകിസ്ഥാൻ ആക്രമണം നടത്തിയത്. അതുകൊണ്ട് തന്നെ ഈ രാത്രിയിലേക്ക് പോകുമ്പോൾ ഒരു ആശങ്ക ജനങ്ങൾക്കുണ്ട്. പക്ഷേ എല്ലാ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാൻ അല്ലെങ്കിൽ ഒരു അടിയന്തര ഘട്ടം ഉണ്ടാവുകയാണെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കാൻ സർക്കാർ സജ്ജമാണെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അനുജ, രാജ്യം മുഴുവൻ കനത്ത ജാഗ്രതയിലാണ്. ഇതിൽ പഞ്ചാബിലൊക്കെ വലിയ ജാഗ്രതയുണ്ട്. ഇപ്പോൾ അമൃത്സറിലേക്ക് പ്രവേശിക്കുന്ന ഇടത്താണ് വിനീതയുള്ളത്. അവിടെ നിന്നുള്ള വിശദാംശങ്ങൾ തത്സമയം നൽകുകയായിരുന്നു വിനീത വിജി.